നമസ്കാരം, ഞാൻ സിജു രാജൻ. ഒരു ബിസിനസ് ആശയം കിട്ടിക്കഴിഞ്ഞാൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ബിസിനസ് ആശയം പല രീതിയിലുള്ള അസസ്മെൻറ്റിന് വിധേയമാക്കേണ്ടതുണ്ട്. ഇത് മാർക്കറ്റിൽ എത്രത്തോളം നല്ല രീതിയിൽ പ്ലേ ചെയ്യും, നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്ര പെട്ടെന്ന് എത്താനായിട്ട് കഴിയും, അതോ മാർക്കറ്റിൽ വളരെ വലിയ രീതിയിൽ സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരുമോ, ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള പല ടൂൾസും ഉണ്ട്. അത്തരത്തിലുള്ളൊരു ടൂളാണ് ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഒരു MBA പഠിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു BCom MCom കഴിഞ്ഞുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ അക്കാഡമിക്സിൻ്റെ ഭാഗമായിട്ട് ഇത് പഠിച്ചിട്ടുണ്ടാകും. ഈ ഒരു തിയറി അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് നമുക്കിത് ഇംപ്ലിമെൻറ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ നോക്കുന്നത് പോർട്ടേഴ്സ് 5 ഫോഴ്സ് മോഡൽ. 5 എലമെൻറ്റ്സ് ആണ് നമ്മളിവിടെ അസസ് ചെയ്യുന്നത്. 5 എലമെൻറ്റ്സ് വെച്ചുകൊണ്ടാണ് നമ്മുടെ ബിസിനസ്സിനെ നമ്മൾ അസസ് ചെയ്യുന്നത്. 1979 മൈക്കിൾ ഇ പോർട്ടർ അദ്ദേഹത്തിൻ്റെ പുസ്തകമായിട്ടുള്ള കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജി ടെക്നിക്സ് ഫോർ അനലൈസിങ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്താണ് ഈ ഒരു 5 ഫോഴ്സ് മോഡലിനെ കുറിച്ചിട്ട് പ്രതിപാദിച്ചിട്ടുള്ളത്. നമുക്ക് ഇന്നത്തെ ഒരു സിറ്റുവേഷൻ വെച്ചുകൊണ്ട് നമുക്കിതിനെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഒരു ബിസിനസ് ആശയം കിട്ടിക്കഴിഞ്ഞാൽ ആ ബിസിനസ് ആശയം ഏത് സെക്ടറിലാണോ വരുന്നത്, ഏത് ഇൻഡസ്ട്രിയിലാണോ വരുന്നത്, ആ ഇൻഡസ്ട്രീനെ അല്ലെങ്കിൽ ആ സെക്ടറിനെ വെച്ചുകൊണ്ട് ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ചേർത്ത് വെച്ച് ഇതിനെ അനലൈസ് ചെയ്യുക. ഞാൻ ഇനി പറയാൻ പോകുന്ന 5 കാര്യങ്ങളിൽ ഓരോ കാര്യങ്ങളും വെച്ചുകൊണ്ട് ഇതിനെ അനലൈസ് ചെയ്യുക. അതിലൊന്നാമത്തേതാണ് റൈവൽറി എമംഗ് എക്സിസ്റ്റിംഗ് കോമ്പറ്റീറ്റേഴ്സ്. നിലവിലുള്ള കോമ്പറ്റീറ്റേഴ്സിൻ്റെ കോമ്പറ്റീഷൻ എത്രത്തോളം ആഴത്തിലുള്ളതാണ്, എത്രത്തോളം നമ്മളെ അത് വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ളത്. അതായത് കോമ്പറ്റീഷൻ ഇൻ ദ ഇൻഡസ്ട്രിക്ക് അകത്ത് നടക്കുന്ന കോമ്പറ്റീഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ധാരാളം കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, ഓരോ കോമ്പറ്റീറ്റേഴ്സിനും ധാരാളം പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ സക്സസ് ചാൻസ് എന്ന് പറയുന്നത് കുറവായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ കഴിയുന്ന ചാൻസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. കാരണം നമുക്കറിയാം കോമ്പറ്റീഷൻ വലിയ രീതിയിൽ കൂടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും മേജറായിട്ട് പ്ലേ ചെയ്യുന്ന ഒരു എലമെൻറ്റ് പ്രൈസ് ആയിരിക്കും, ഉൽപ്പന്നത്തിൻ്റെ വിലയായിരിക്കും. കാരണം വില വെച്ചിട്ടാണ് പലപ്പോഴും കോമ്പറ്റീറ്റേഴ്സ് പ്ലേ ചെയ്യുന്നത്. കോമ്പറ്റീഷൻ കൂടുന്തോറും അവിടെ പ്രോഡക്റ്റിൻ്റെ വിലയും കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് കുറഞ്ഞ പ്രൈസിലുള്ള പ്രോഡക്റ്റ്സ് ആയിരിക്കും. 1. 2, സപ്ലൈസ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നതും അത്തരത്തിലുള്ള കമ്പനീസ് ആയിരിക്കും. ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം, പുതിയൊരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിലനിൽക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കത്തില്ല. നേരെ മറിച്ച് കോമ്പറ്റീറ്റേഴ്സ് ഇല്ലാത്തൊരു മേഖലയാണെന്നുണ്ടെങ്കിൽ, അധികം ആൾക്കാർ പ്ലേ ചെയ്യാത്തൊരു മേഖലയാണെന്നുണ്ടെങ്കിൽ, ഒരു ബ്ലൂ ഓഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ കൂടുതൽ നമുക്ക് പ്രൈസ് ഹൈക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവിടെ നമുക്ക് നല്ല രീതിയിൽ പ്ലേ ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ബിസിനസ്സിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് വളർത്താനായിട്ടുള്ള സാഹചര്യമാണ്. കാരണം ഒരു എക്സ്റ്റേണൽ പ്രഷർ എന്ന് പറയുന്നത് നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരത്തില്ല കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്നുള്ളത്. സോ ഒന്നാമത് നമ്മൾ നോക്കേണ്ടത് കോമ്പറ്റീറ്റേഴ്സ് എക്സിസ്റ്റിംഗ് കോമ്പറ്റീറ്റേഴ്സിൻ്റെ കോമ്പറ്റീഷൻ എത്രത്തോളം ആഴത്തിലുള്ളതാണ്. ഇത് നിങ്ങൾ 1 to 10 ഗ്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്യുക. കോമ്പറ്റീഷൻ വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഹയർ മാർക്ക് കൊടുക്കുക, കോമ്പറ്റീഷൻ കുറവാണെന്നുണ്ടെങ്കിൽ ലോവർ മാർക്ക് കൊടുക്കുക. റൈറ്റ്. ഒരു ലോഗോ ചെയ്ത് കഴിഞ്ഞാൽ ബ്രാൻഡിങ് ആയോ? ഒരു വെബ്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രാൻഡിങ് ആയോ? ഒരു പാക്കേജ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ബ്രാൻഡിങ് ആയോ? ബ്രാൻഡ് എന്നാൽ ഒരു ഉൽപ്പന്നത്തെക്കുറിച്ചോ സ്ഥാപനത്തെക്കുറിച്ചോ ഒരു വ്യക്തി കേൾക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്ന പോസിറ്റീവായിട്ടുള്ള ഇമോഷനാണ്. ഈ ഇമോഷനെ ബേസ് ചെയ്തിട്ടാവണം ലോഗോവും വെബ്സൈറ്റും പാക്കേജ് ഡിസൈനും കോണ്ടന്റും ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിർമ്മിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ലോങ് റണ്ണിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്താൻ കഴിയത്തുള്ളൂ. നിങ്ങൾക്കും ഒരു ബ്രാൻഡ് നിർമ്മിക്കാം. രണ്ടാമത്തേതാണ് ത്രെട്ട് ഓഫ് ന്യൂ എൻട്രൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഓഫ് ന്യൂ എൻട്രൻസ് ഇൻ ടു ദ ഇൻഡസ്ട്രി. ആ ഒരു ഇൻഡസ്ട്രിയുടെ അകത്തേക്ക് എത്ര ഈസി ആയിട്ട് മറ്റുള്ള ആൾക്കാർക്ക് ബിസിനസ് ആരംഭിക്കാമെന്നുള്ളത്. വളരെ ഈസി ആയിട്ട് ആ ഒരു ഇൻഡസ്ട്രിയിൽ എൻ്റർ ചെയ്ത് ബിസിനസ് ആരംഭിക്കാൻ കഴിയുന്ന ഒരു കൈൻഡ് ഓഫ് ബിസിനസ്സാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നാളെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ എണ്ണം കൂടാം. ഡെഫിനറ്റ്ലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ നിങ്ങളുടെ കമ്പനിയെ അത് ഭാവിയിൽ വലിയ രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാഹചര്യമുണ്ട്. കാരണം കോമ്പറ്റീഷൻ ആ ഒരു ലെവലിൽ വർദ്ധിക്കും. അപ്പോൾ കുറഞ്ഞ സമയത്തിൽ കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ മറ്റൊരു വ്യക്തിക്ക് ഈ ഒരു മേഖലയിൽ കടന്നു വരാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ബിസിനസ്സാണ് നിങ്ങൾ ആരംഭിക്കുന്നത് എങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ എന്ത് സംഭവിക്കും? കോമ്പറ്റീറ്റേഴ്സ് നാളെ വരും, അത് നിങ്ങളുടെ ബിസിനസ്സിന് വെല്ലുവിളിയായിട്ട് മാറുകയും ചെയ്യും. ഇനി ധാരാളം ബാരിയേഴ്സ് ആണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ. പുതിയൊരാൾക്ക് അത്ര ഈസി ആയിട്ട് കടന്നു വരാൻ കഴിയാത്ത ഒരു ബിസിനസ് കോൺസെപ്റ്റാണ് നിങ്ങളുടേത് എങ്കിൽ ഒന്നില്ലെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടുന്ന ഒരു ബിസിനസ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ബിസിനസ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ എക്സ്പേർട്ട് നോളേജ് വേണ്ടുന്ന ഒരു ബിസിനസ് ആയിരിക്കാം. അത്തരത്തിലുള്ള ഒരു ബിസിനസ് മേഖലയിലാണ് നിങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നത് എങ്കിൽ
അവിടെ കോമ്പറ്റീറ്റേഴ്സ് വരാനായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ള പുതിയ എൻട്രീസ് വരാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്, അടുത്ത കാലത്തേക്ക് വരത്തില്ല. സോ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രൈസ് ചാർജ് ചെയ്യാനായിട്ട് കഴിയും. നിങ്ങളായിരിക്കും അവിടുത്തെ മാർക്കറ്റ് ലീഡർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റർ ചെയ്യുന്ന മാർക്കറ്റ് എത്രത്തോളം ഈസി ആയിട്ട് മറ്റുള്ളവർക്ക് എൻ്റർ ചെയ്യാൻ കഴിയും എന്നുള്ളത് നിങ്ങൾ അസസ് ചെയ്യുക. വളരെ ഈസി ആയിട്ട് എൻ്റർ ചെയ്യാൻ കഴിയുന്ന ഒരു മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ മാർക്ക് കൊടുക്കുക. വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയിട്ട് എൻ്റർ ചെയ്യാൻ കഴിയുന്ന ഒരു മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറവ് മാർക്ക് കൊടുക്കുക. 10 ഒന്ന് മാർക്ക് കൊടുത്ത് നോക്കൂ. മൂന്നാമത്തേതാണ് ബാർഗെയിനിങ് പവർ ഓഫ് സപ്ലയേഴ്സ്. ബാർഗെയിനിങ് പവർ ഓഫ് സപ്ലയേഴ്സ് അല്ലെങ്കിൽ പവർ ഓഫ് സപ്ലയേഴ്സ്. സപ്ലയേഴ്സിൻ്റെ ശക്തി എത്രത്തോളം ഉള്ള ഒരു മാർക്കറ്റാണ് നിങ്ങളുടേത്. നിങ്ങൾ റോ മെറ്റീരിയൽസിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന സപ്ലയേഴ്സ്. കാരണം പലപ്പോഴും സപ്ലയേഴ്സാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസിനെ നിശ്ചയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. സപ്ലയേഴ്സ് കോട്ട് ചെയ്യുന്ന ആ ഒരു കോസ്റ്റിനെ ആശ്രയിച്ചിട്ടാണ് പലപ്പോഴും നമ്മുടെ ഔട്ട്പുട്ടായിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ മേലെ നമ്മൾ പ്രൈസ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ ഈ സപ്ലയേഴ്സ് എത്രത്തോളം ശക്തരാണെന്നുള്ളത് അസസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വളരെ കുറവ് സപ്ലയേഴ്സ് മാത്രമാണ് ഉള്ളത് എങ്കിൽ അത് പലപ്പോഴും നമുക്ക് വെല്ലുവിളിയായിട്ട് വരും. കാരണം അവരാണ് അവിടെ മാർക്കറ്റ് ലീഡർ എന്ന് പറയുന്നത്. അവർക്ക് ഡിസൈഡ് ചെയ്യാം ഏത് പ്രൈസിൽ കൊടുക്കണം എന്നുള്ളത്. അവർക്ക് വേണമെങ്കിൽ പ്രൈസ് കൂട്ടാം, അവർക്ക് വേണമെങ്കിൽ പ്രൈസ് കുറയ്ക്കാം. സോ ആ ഒരു ഫ്ലെക്സിബിലിറ്റി അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ഓഫർ ചെയ്യുന്ന പ്രൈസിൽ പ്രോഡക്റ്റ് എടുക്കാനായിട്ട് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ എടുക്കാനായിട്ട് നമ്മൾ നിർബന്ധിതരാകും. ഈ സാഹചര്യം ബിസിനസ്സിനെ പലപ്പോഴും തളർത്താനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ പക്ഷേ കൂടുതൽ സപ്ലൈസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള പ്രൈസ് ഗെയിം അവർക്ക് കളിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം ഒരാൾ പ്രൈസ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ പ്രോഡക്റ്റ് ആയിരിക്കും ആൾക്കാർ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഈ പറയുന്ന സപ്ലൈസിന് കുറവായിരിക്കും. ഇത്തരം സാഹചര്യത്തിൽ കൂടുതൽ സപ്ലൈസ് ഉള്ള ഒരു മാർക്കറ്റിലാണ് നിങ്ങൾ എൻ്റർ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ബാർഗെയിനിങ് പവർ നിങ്ങൾക്ക് കൂടും. നിങ്ങൾക്ക് അവരോട് ബാർഗെയിൻ ചെയ്ത് നിൽക്കാനായിട്ട് കഴിയും. കാരണം അവരല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. പക്ഷേ സപ്ലൈസിൻ്റെ എണ്ണം കുറവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. അപ്പോൾ സപ്ലൈസിൻ്റെ എണ്ണം കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണ്, കുറവാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ട് വരത്തില്ല, അത് നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കത്തേ ഉള്ളൂ. സോ സപ്ലൈസിൻ്റെ എണ്ണം വളരെ കൂടുതലുള്ളൊരു മാർക്കറ്റാണോ നിങ്ങളുടേത്, ആണെന്നുണ്ടെങ്കിൽ കുറവ് മാർക്ക് കൊടുക്കുക. സപ്ലൈസിൻ്റെ എണ്ണം വളരെ കുറവുള്ള ഒരു മാർക്കറ്റിലാണോ നിങ്ങൾ പ്ലേ ചെയ്യുന്നത്, ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ മാർക്ക് കൊടുക്കുക. നാലാമത്തേതാണ് ബാർഗെയിനിങ് പവർ ഓഫ് ബയ്യേഴ്സ്. ബയ്യേഴ്സിൻ്റെ ബാർഗെയിനിങ് പവർ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ പവർ ഓഫ് കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ബാർഗെയിനിങ് പവർ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ധാരാളം കസ്റ്റമർ ബേസ് ഉള്ള ഒരു ഇൻഡസ്ട്രിയിലേക്കാണ് നിങ്ങൾ എൻ്റർ ചെയ്യുന്നത്, ഒരു FMCG മേഖലയിലേക്കാണ് നിങ്ങൾ എൻ്റർ ചെയ്യുന്നത് എങ്കിൽ ഡെഫിനറ്റ്ലി അത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണ്. കാരണം ധാരാളം കസ്റ്റമേഴ്സ് ഉണ്ട്. അതിൽ ഒരു കസ്റ്റമർ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും പ്രശ്നം വരുന്നില്ല, അടുത്ത കസ്റ്റമർ ഉണ്ട്, അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. പക്ഷേ കസ്റ്റമർ ബേസ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ സെയിൽസും വളരെ കുറവായിരിക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു കസ്റ്റമറിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. പലപ്പോഴും പല കമ്പനീസും ഉണ്ടല്ലേ, അവർക്ക് ടോട്ടലി ഒരു 3-4 കസ്റ്റമേഴ്സേ ഉണ്ടാവത്തുള്ളൂ ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അവരെ ഈ കസ്റ്റമേഴ്സ് പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ അതേപോലെ അനുസരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. കാരണം ഒരു കസ്റ്റമർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ബിസിനസ്സിന് വലിയ രീതിയിൽ ബാധിക്കും. അപ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ളത് നിങ്ങളെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ബെനിഫിറ്റ് ആണ്. വളരെ കുറച്ച് കസ്റ്റമേഴ്സാണ് നിങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ അവിടെ കസ്റ്റമേഴ്സിന് ബാർഗെയിനിങ് പവർ കൂടും. അത്തരത്തിൽ ബാർഗെയിനിങ് പവർ കൂടുന്ന സമയത്ത് അത് നിങ്ങളുടെ ബിസിനസ്സിനെയും നെഗറ്റീവായിട്ട് ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം നിങ്ങൾക്ക് വലിയ രീതിയിൽ കോംപ്രമൈസ് വരുത്താനായിട്ട് കഴിയത്തില്ല. അവിടെ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരു വിൻ സിറ്റുവേഷൻ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ലോ സിറ്റുവേഷനിലേക്ക് എത്തേണ്ടതായിട്ട് വരും. അപ്പോൾ കസ്റ്റമർ ബേസ് വളരെ കൂടുതലുള്ള ഒരു മാർക്കറ്റിലേക്കാണ് നിങ്ങൾ എൻ്റർ ചെയ്യുന്നത് എങ്കിൽ കുറവ് മാർക്ക് കൊടുക്കുക. കസ്റ്റമർ ബേസ് വളരെ കുറവുള്ള ഒരു മാർക്കറ്റിലേക്കാണ് നിങ്ങൾ എൻ്റർ ചെയ്യുന്നത് എങ്കിൽ കൂടുതൽ മാർക്ക് കൊടുക്കാനായിട്ട് നോക്കുക. അടുത്തതാണ് ത്രെറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു പ്രോഡക്റ്റ്, അത് മറ്റ് കമ്പനിയുടെ സെയിം ഫീച്ചേഴ്സുള്ള പ്രോഡക്റ്റ് ആവണമെന്നില്ല, മറ്റൊരു പ്രോഡക്റ്റ്. ഒന്നില്ലെങ്കിൽ കസ്റ്റമറിന് ഈ പ്രോഡക്റ്റ് വാങ്ങാം, അത് കിട്ടിയില്ലെങ്കിൽ അടുത്ത പ്രോഡക്റ്റ് വാങ്ങാം, ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ കോഫി എന്ന് പറയുന്ന പോലെ ടീ ഇല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ കോഫി കഴിക്കാം. നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്ട്സിന് വേണ്ടിയുള്ള എക്സാമ്പിളാണ് കോഫി എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ് വളരെ കൂടുതലുള്ളൊരു മാർക്കറ്റിലേക്കാണ് നിങ്ങൾ എൻ്റർ ചെയ്യുന്നത് എങ്കിൽ ഡെഫിനറ്റ്ലി കസ്റ്റമർ ഇത് നിങ്ങളുടെ പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രോഡക്റ്റ് അതിലേക്ക് മൂവ് ചെയ്യും. കാരണം പ്രൈസിങ് അവിടെ വലിയൊരു ഘടകമാണ്. ഈ പ്രോഡക്റ്റിനേക്കാളും കുറഞ്ഞ പ്രൈസിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് കിട്ടുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി കസ്റ്റമർ അതിലേക്കായിരിക്കും പോകുന്നത്. എന്നാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അവിടെ ഒരു പവർ ഉണ്ട്, നിങ്ങൾക്ക് അവിടെ പ്രൈസ് കൂട്ടാനായിട്ടുള്ള ഒരു പവർ ഉണ്ട്. പ്രൈസ് ഗെയിം നിങ്ങൾക്ക് നല്ല രീതിയിൽ അവിടെ ചെയ്യാനായിട്ട് കഴിയും. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് കൂടുതലുള്ളൊരു മാർക്കറ്റിലാണ് നിങ്ങൾ പ്ലേ ചെയ്യുന്നത് എങ്കിൽ കൂടുതൽ മാർക്ക് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് കുറഞ്ഞ മാർക്കറ്റിലാണ് നിങ്ങൾ പ്ലേ ചെയ്യുന്നത് എങ്കിൽ കുറവ് മാർക്ക് കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഈ 5 കാര്യങ്ങളും
അതായത് ഒന്ന് റൈവൽറി എമംഗ് എക്സിസ്റ്റിംഗ് കോമ്പറ്റീറ്റേഴ്സ് എത്രത്തോളം എത്രത്തോളം ഉണ്ട്, കോമ്പറ്റീഷൻ എത്രത്തോളം ഉണ്ട്, ഒപ്പം തന്നെ ബാർഗെയിനിങ് പവർ ഓഫ് സപ്ലൈസിൻ്റെ ബാർഗെയിനിങ് പവർ എത്രത്തോളം ഉണ്ട്, പുതിയ എൻട്രീസ്, പുതിയ ആൾക്കാർക്ക് ഈസി ആയിട്ട് കടന്നു വരാൻ കഴിയുന്ന മാർക്കറ്റാണോ, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് വളരെ കൂടുതൽ ഉള്ള ഒരു മാർക്കറ്റാണോ, കസ്റ്റമേഴ്സിൻ്റെ ബാർഗെയിനിങ് പവർ വളരെ കൂടുതലൊരു മാർക്കറ്റാണോ, ഈ കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്ത് ഇതിനെല്ലാം മാർക്ക് കൊടുക്കുക. ടോട്ടൽ വരുന്ന സമയത്ത് നമുക്ക് 5 കാര്യങ്ങളുണ്ട്. ടോട്ടൽ 50 നിങ്ങൾ മാർക്ക് ഇടേണ്ടത്. സോ ഇത് എത്രത്തോളം കുറയുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ടോട്ടൽ ആഡ് ചെയ്യുന്ന സമയത്ത് മാർക്ക് എത്രത്തോളം കുറയുന്നോ അത്രത്തോളം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബെനിഫിറ്റ് ആണ്, നിങ്ങളുടെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബെനിഫിറ്റാണ്, നിങ്ങളുടെ ബിസിനസ് ഐഡിയ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. മാർക്ക് കൂടുന്തോറും, കിട്ടുന്ന സ്കോർ കൂടുന്തോറും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വെല്ലുവിളി ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇത് ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്തിട്ട് മാർക്ക് കുറയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ ബിസിനസ് ഐഡിയാസ് ഉണ്ട്, അതിൽ കുറഞ്ഞ കുറഞ്ഞ മാർക്കുള്ള ഐഡിയ ആണെന്നുണ്ടെങ്കിൽ അതായിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. പക്ഷേ അത് മാത്രം ചൂസ് ചെയ്തുകൊണ്ട് ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോയി എന്ന് വരത്തില്ല. ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ന് മാത്രം. റൈറ്റ്. സോ പോർട്ടേഴ്സിൻ്റെ ഈ ഒരു 5 ഫോഴ്സ് മോഡൽ എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ, എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളത് മനസ്സിലായല്ലോ. റൈറ്റ്. മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ അതുവരെ സിജു രാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ. നിങ്ങൾക്ക് ഏത് ഫോർമാറ്റിലുള്ള കമ്പനിയാണ് ഉചിതം? നിങ്ങൾ നിശ്ചയിച്ച പേരിന് ട്രേഡ് മാർക്ക് കിട്ടുമോ? ഇത്തരത്തിലുള്ള സംശയങ്ങൾ തീർക്കുവാനും ഈ പറയുന്ന കമ്പനി രജിസ്ട്രേഷൻ, ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുള്ള സേവനങ്ങൾക്കുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക 7012431293.